അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിതാ പഴനിക്ക് പോകുന്ന പോക്കാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ട്രെയിനിലാണ്. ഞങ്ങളിന്ന് രാവിലെ പെട്ടെന്ന് ഇന്നലെ തീരുമാനിച്ചതാണ് എല്ലാവരും കൂടി പഴനിക്ക് പോകാമെന്ന്. അപ്പോൾ ഞാനൊന്നും കരുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് മോട്ടറിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോട്ടറിനോട് ചോദിച്ചപ്പം പിന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാനും മോട്ടറും കൂടി ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചില്ല. അപ്പം മൂപ്പർക്ക് കാലിന് ചെറിയൊരു മുട്ടുവേദനയൊക്കെ ഉള്ള കാരണം പഴനിമല കയറി പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞാൽ നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങളിപ്പോൾ അതാ കോയമ്പത്തൂർ എത്തിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ട്രെയിനിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. പാലക്കാടൊക്കെ എത്തിയപ്പം എന്തൊരു ഭംഗിയുള്ള നെൽപ്പാടങ്ങളും പിന്നെ എന്താ പറയുക നമ്മളെ കരിമ്പനയൊക്കെ ഇല്ലേ, അതൊക്കെ എന്തൊരു ഭംഗിയിലാണ് നിൽക്കണമെന്നറിയാം. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക മയിലുകൾ നമ്മളിപ്പോൾ കാട്ടിലൊക്കെ നല്ലോണം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ കണ്ടില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയി. കൊച്ചയ്ക്ക് രാവിലെ നീറ്റതുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ശശികല, നിരേട്ടൻ, പിന്നെ ലതൻ്റെ മോള്, ഞങ്ങളാണ് ഇപ്പോൾ പോകുന്നത്. എല്ലാവരും കൂടി പോരാൻ നിന്നതാണ്. അപ്പോൾ സുഗീത്, രമയും ശശിയേട്ടനും പിന്നെ രാജശ്രീ എന്ന് അവരൊക്കെ പോരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്തോ അസൗകര്യം കാരണം അവർ വന്നില്ലേ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്തായാലും തീരുമാനിച്ചല്ലേ വെച്ച് ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ 3 ദിവസത്തെ നോൽമ്പയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇങ്ങ് പോകുന്നതാണ്. എന്താ ശശികല എല്ലാവരും രാവിലെ ശശികലയാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഭക്ഷണങ്ങളൊക്കെ എടുത്ത് പിന്നെ എന്താ പറയുക രാവിലേക്കുള്ള ചായയും പിന്നെ എന്താ പറയുക അരിപ്പൊടി ഒക്കെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൈഡ് റൈസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിതാ കോയമ്പത്തൂർ ട്രെയിൻ നിർത്തിയതാണ്. 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിതാ വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ അവിടെ കണ്ടതാണ് കേട്ടോ. ഈ ഒരു കാവ് പോലെ ഒരു അമ്പലം ഇത് കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 മണിക്കൂറൊക്കെ ആയി ഇവിടെ നിൽക്കുന്നതിന് ഞങ്ങൾ വേഗം അടുത്തൊക്കെ കയറി. അപ്പം നോക്കുമ്പോൾ ഉണ്ട് പഴനിയിലേക്ക് പോകാനുണ്ട് കുറേ ഒരു 5 ചേച്ചിമാരുണ്ട് പഴനിക്ക്. മലപ്പുറത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ ചേച്ചിമാരടുത്ത് പോയി ഞങ്ങൾ കമ്പനിയായി. അങ്ങനെ ശശികല കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പം ഞാൻ പോയി അവർക്ക് പാട്ടറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടി പാട്ടൊക്കെ പാടാൻ കൂടി അങ്ങനെ ചേച്ചിമാരൊക്കെ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ അവരെ പാട്ടൊക്കെ ഒന്ന് കേൾക്കാൻ. പെണ്ണിനെ കണ്ട നേരത്ത് കള്ള കണ്ണി കാട്ടി വള്ളി നിരക്കി പെണ്ണിനെ കണ്ട നേരത്ത് കള്ള കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നിരക്കി. എൻ്റെ പേര് ഗീത. ഗീത. അമ്മേൻ്റെ പേരെന്താ? രാധയോ? എവിടെ വീടെന്ന് പറഞ്ഞേ? അരിയമ്പ്ര. ചേച്ചി അവിടെ തന്നെയാണോ? മലപ്പുറത്തെ ഊരകം ഊരകം കേട്ടിട്ടുണ്ട്. ഇല്ലേ അടുത്തമ്മയോ? സുമതി. എല്ലാവരും കൂടി ഇവരൊക്കെ ഒന്നിച്ച് പഴനിക്ക് പോകാൻ വന്നാട്ടോ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയൊരു സന്തോഷം. ചേച്ചി പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് തങ്കമണി. ഞാൻ മലപ്പുറം ജില്ലയിലെ ഊരങ്ങര എന്ന സ്ഥലത്ത് ഊരകം എന്ന സ്ഥലത്ത് താമസിക്കുന്നവരാണ്. എൻ്റെ പേര് സുഭദ്ര. മലപ്പുറം ജില്ലയിലെ ഊരകം കോങ്കടപ്പാറ സർക്കാർ. എല്ലാവരും കൂടി പഴനിക്ക് പോകാൻ വന്നാലേ? എല്ലാവരും കൂടി പഴനിക്ക് പോകാൻ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നില്ല. പേരെന്ന് പറഞ്ഞു? എൻ്റെ ക്ഷീണിച്ചെടുക്കണോ? അപ്പോൾ ഇതാ നമ്മൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. എല്ലാവരും നല്ല കമ്പനിയായി. ഞങ്ങൾക്ക് അവിടെ ഒരു കുറച്ച് ആളുകളുണ്ടോ ട്രെയിനിലൊക്കെ സീറ്റ് ഇഷ്ടം പോലെ കിടന്നുറങ്ങി പോകാൻ പറ്റുന്ന അത്ര സീറ്റ് ഉണ്ടായിരുന്നു. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം പോകുമ്പോൾ ലോക്കലിലാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നിന്ന് പോകേണ്ടി വരുന്നു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് നല്ല ഇതിൽ പോകാൻ പറ്റിയിട്ടോ. അങ്ങനെ അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വല്ലേ അതിൻ്റെ ഇടയ്ക്ക് ശശികല എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തു. ലത ഉണ്ടായിരുന്നു, ലത വീഡിയോ എടുത്തു. ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി വീണ്ടും പാട്ടിലാണ് കേട്ടോ. അവർക്ക് ഒരു ഇത് കിട്ടിയപ്പോഴേ എല്ലാവർക്കും അവർക്ക് നല്ലൊരു സന്തോഷമായി. അങ്ങനെ ചേച്ചി പാട്ട് പാടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് അറിയോ? നമുക്ക് നേരെ ഇനിയിപ്പോൾ ട്രെയിൻ എടുത്താൽ നേരെ പഴനിക്കാണല്ലോ. അപ്പോൾ ഇവരും ഞങ്ങളെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി
അവിടുത്തെ വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലതയും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ.